എല്ലാവർക്കും ഇഗ്നോ ഈസി മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഒരു ലോങ് ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ്സുകളുമായി വന്നിട്ടുണ്ട്. എനിക്ക് ജോലി സംബന്ധമായി കുറച്ച് ബിസി ആവേണ്ടി വന്നു. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു സൈക്കോളജി BPCG 171ൻ്റെ ബാക്കി യൂണിറ്റ്സ് ചെയ്യുമെന്ന്. റിക്വസ്റ്റ് ഒരുപാട് വന്നതുകൊണ്ടാണ് സൈക്കോളജിയുടെ യൂണിറ്റ് 2 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് യൂണിറ്റ് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. നമ്മൾ അതായത് ഓരോ യൂണിറ്റിനെയും ഡിവൈഡ് ചെയ്ത് 2-3 പാർട്സ് ആയിട്ടായിരിക്കും വീഡിയോസ് ഉണ്ടാവുക. ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. എങ്കിലും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എല്ലാ പോയിൻറ്റ്സും പറഞ്ഞായിരിക്കും നമ്മൾ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പം യൂണിറ്റ് 2 ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. ഈ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. 1, ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ്. 2, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. 3, ദ വേ ന്യൂറോൺസ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഫ്രം വൺ സെൽ ടു അനദർ. 4, സ്ട്രക്ചർ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂറോണിൻ്റെ സ്വഭാവവും അതുപോലെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂറോൺ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റം എന്താണ്? നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്, ഏറ്റവും ചെറിയ ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. കുറേ ന്യൂറോൺസ് ചേരുമ്പോഴാണ് നെർവ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം രൂപീകരിക്കുന്നത്. അപ്പോൾ ന്യൂറോൺ ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് നെർവ് സിസ്റ്റം. ഇറ്റ് ഈസ് ന്യൂറോൺ വിച്ച് കൺവേർട്സ് സ്റ്റിമുലേഷൻ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റിമുലൈ ഇൻറ്റു ഇലക്ട്രിക്കൽ ഇമ്പൾസ്. സ്റ്റിമുലേഷനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക് ഇമ്പൾസ് ആക്കി മാറ്റുന്നത് ആരാണ്? ന്യൂറോൺസ് ആണ്. അപ്പോൾ ന്യൂറോൺസിൻ്റെ ഫങ്ഷനാണ് നമ്മൾ പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? ന്യൂറോൺ സ്റ്റിമുലേഷനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ന്യൂറോൺ വിച്ച് കൺവേർട്സ് സ്റ്റിമുലേഷൻ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റിമുലൈ ഇൻറ്റു ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഓക്കെ, അപ്പോൾ ന്യൂറോൺ എന്താണെന്ന് പറഞ്ഞു, ന്യൂറോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ് പറയുന്നത്. സ്ട്രക്ചറലി എ ന്യൂറോൺ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. ന്യൂറോണിനെ കണ്ടോ? ആദ്യം കുറേ ശാഖകളിൽ നിന്ന് ഒരു സെൽ ബോഡിയിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു വാല് പോലെ വരുന്നു. ആ വാലിൽ നിന്ന് പിന്നെയും കുറേ ബ്രാഞ്ചസ്. അങ്ങനെയാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ 3 മെയിൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. ന്യൂറോൺ സ്ട്രക്ചറിനെ 3 ഡിവൈഡ് ചെയ്യാമെന്ന് പറയുന്നു. എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ് എന്നും സെൽ ബോഡി എന്നും ആക്സോൺ എന്നും ഡിവൈഡ് ചെയ്യുക. The dendrite is a bushy structure. Its main function is to receive nerve impulses from other neurons and send to the cell body. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഒരു ബുഷി സ്ട്രക്ചറാണ് അല്ലേ? കുറേ, അതായത് ബുഷ് പോലെ, അതായത് കുറേ ഇങ്ങനെ ശിഖരങ്ങളൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബുഷി സ്ട്രക്ചറാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മറ്റ് ന്യൂറോൺസിൽ നിന്ന് നെർവ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുക, മേടിക്കുക, എന്നിട്ട് അത് സെൽ ബോഡിയിലേക്ക് കൊടുക്കുക. ഇതാണ് ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ദ സെൽ ബോഡി. സെൽ ബോഡി എന്ന് പറയുന്നത് ആ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് വരുമ്പം ആ ഭാഗമാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. The cell body, also called soma, is the second main part of neuron. ന്യൂറോണിൻ്റെ സെക്കൻഡ് മെയിൻ പാർട്ടാണ് സെൽ ബോഡി. സെൽ ബോഡിയെ സോമ എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് കോൾഡ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ഇൻ ഇറ്റ്സ് സെൻറ്റർ. അപ്പം നമ്മൾ പറഞ്ഞു സെൽ ബോഡി ഉണ്ട്. സെൽ ബോഡിക്കകത്ത് സൈറ്റോപ്ലാസം എന്നൊരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അതിനൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് പറഞ്ഞു ഒരു ബുഷി സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ന്യൂറോൺസിൽ നിന്ന് ഈ ഇലക്ട്രിക് ഇമ്പൾസിനെ റിസീവ് ചെയ്യുകയും ഈ സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നതും ഡെൻഡ്രൈറ്റ് ആണെന്ന് പറഞ്ഞു. അടുത്തെന്താണ്? സെൽ ബോഡി. സെൽ ബോഡിക്കകത്ത് ആരൊക്കെയുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ ഒരു സെൻറ്റർ ന്യൂക്ലിയസും ഉണ്ട്. ഇനി എന്താണ് സെൽ ബോഡിയുടെ ഫംഗ്ഷൻ? ഇറ്റ് സെൻഡ്സ് നെർവ് ഇമ്പൾസസ് ടു അനദർ ന്യൂറോൺ ത്രൂ ആക്സോൺ ആൻഡ് കീപ്സ് ദ നെർവ് സെൽ അലൈവ് ആൻഡ് ഹെൽത്തി.
അപ്പം നമ്മുടെ സെൽ ബോഡി എന്താ ചെയ്യുന്നത്? നെർവ് ഇമ്പൾസിനെ അടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കുന്നത്, സെൻഡ് ചെയ്യുന്നത് സെൽ ബോഡിയാണ്. എന്തിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്? ആ വാല് പോലത്തെ ആക്സോണിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് കീപ്സ് ദ നെർവ് സെൽ എലൈവ്, അതായത് ജീവനുള്ളവയും അതുപോലെ നല്ല ആരോഗ്യമുള്ളവയുമാക്കി ന്യൂറോൺസിനെ മാറ്റുന്നത് നമ്മുടെ സെൽ ബോഡിയാണ്. ഓക്കെ, അടുത്ത മെയിൻ പാർട്ട് എന്താണ്? ദ ആക്സോൺ ആണ്. ദ ആക്സോൺ ഈസ് എ ലോങ് സ്ട്രക്ചർ ഹാവിങ് എൻഡ് ബട്ടൺസ് നോൺ ആസ് എൻഡ് ബ്രഷ്. ആക്സോൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലോങ് സ്ട്രക്ചറാണ്. അതിന് എന്തുണ്ട്? എൻഡ് ബട്ടൺസ് ഉണ്ട്. എൻഡ് ബട്ടൺസിനെ എന്താ വിളിക്കുന്നത്? എൻഡ് ബ്രഷ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഫങ്ഷൻസ് ടു റിസീവ് നെർവ് ഇമ്പൾസ് കമ്മിങ് ഫ്രം സെൽ ബോഡി ആൻഡ് സെൻഡ് ടു ദി എൻഡ് ബ്രഷ്. ആക്സോൺ എന്താ ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്ന് വരുന്ന നെർവ് ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്തിട്ട് എൻഡ് ബ്രഷിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ന്യൂറോൺ എന്താണ്, ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂറോൺസും നെർവ് ഇമ്പൾസുമായിട്ട് വരുന്നതായിരിക്കും. ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്നെ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.